our talented girls are ready to entertain you with their fun-filled dialogues and actions. All of us are aware of the Employment Guarantee Scheme or program, otherwise known as Mahatma Gandhi National Rural Development Employment Scheme. It is mandatory to prove 100 days of guaranteed wage employment in a financial year for the adult members who volunteer to do unskilled manual work. Let us pry into such a working day. Our actresses are on the stage to entertain you. Let us welcome Nakshatra, Ajay and Patti. The participants are Vishnupriya, Asiya, Nakshatra, Avani, Shahana and Isabella of class 9A. നിർത്തടി, ഇങ്ങനെ ആടിക്കളിക്കാൻ ഇത് D4 ഡാൻസിന്റെ ഓഡീഷൻ ഒന്നും അല്ല, തൊഴിലുറപ്പാ. ഓ, ഔസേപ്പേന്റെ വീട്ടിലാണ് പണി. പണിയെടുക്കുന്ന ജാകും. ഔസേപ്പേട്ടന്റെ വീട്ടിലെ പണി. എന്നാ പിന്നെ പച്ചവെള്ളം കിട്ടൂല. അതിനൊക്കെ നമ്മുടെ കുരിയാച്ചായന്റെ വീട്. ചക്കയ്ക്ക് ചക്ക, ചായക്ക് ചായ, പുഴുക്കിന് പുഴുക്ക്. പണിയെടുക്കാൻ പോലും സമയം കിട്ടില്ല. അല്ലേലും നമ്മൾ എവിടെയാ പണിയെടുത്തിട്ടുള്ളൂ. എടി, ഇപ്പറമ്പിലെങ്കിലും കുറ്റം പറഞ്ഞിരിക്കാൻ ഒരു മരത്തണല് കിട്ടിയാ മതിയായിരുന്നു. ശരിയടി. മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ടേ, കൈകൊട്ടിപ്പാടാം അല്ല, ഓമന വന്നില്ലേ? അയ്യോ, ഓമനയുടെ കെട്ടിയവൻ പണിക്ക് പോയെന്നേ. ഓമനയുടെ കെട്ടിയും പണിക്ക് പോയെങ്കിൽ ഓമന എന്തിനാ വരാതിരിക്കുന്നേ? അതല്ല ചേച്ചി, ഓമന തൊഴിലുറപ്പിലിടുന്ന ഫുൾ കൈ ഷർട്ട് ഉണ്ടല്ലോ, അതിട്ടുള്ള ഭർത്താവ് ജോലിക്ക് പോയത്. പുഴുക്കൈ ഷട്ടിട്ടില്ലെങ്കിലേ അവളുടെ കയ്യിൽ ചൊറിയണം കടിക്കും. ഇതിപ്പോ ഒന്നും രണ്ടും തവണയല്ല, 4-5 ദിവസമായി അവള് വരാതിരിക്കുന്നേ. ഇത് ഞാൻ പഞ്ചായത്ത് കംപ്ലൈന്റ് ചെയ്യും. എല്ലാരും ഒന്നിങ്ങ് വന്നേ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് എല്ലാരും നമ്മുടെ സുധാകരന്റെ റേഷൻ കടയിലെത്തണം. സുധാകരൻ ഓണക്കിറ്റ് കൊടുക്കുന്നുണ്ട്. സുധാകരൻ എന്ത് ഉണക്കിട്ട് കൊടുക്കണ്ട്? ഉണക്കിയിട്ട് കൊടുക്കുന്നല്ല, സുധാകരൻ ഓണക്കിറ്റ് പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ തവണത്തെ പോലെ മണ്ടയില്ലാത്തത് എങ്ങനെ ചോടും കളിച്ച് എന്റെ മാനം കളയരുത്. രമണി ഒന്നിവിടെ നിന്നേ. എവിടെ ചെന്നാലും അടുക്കള ചുറ്റിപ്പറ്റിയുള്ള നിപ്പുണ്ടല്ലോ, അത് ഇന്ന് അവസാനിപ്പിച്ചോണം. എന്താണെന്ന് അറിയാൻ പാടില്ല. ഏത് അടുക്കളയെ മീനുണ്ടാക്കണ മണം വന്നാലും ഒന്നവിടെ പോയി നിൽക്കണം. ആരും ഇല്ലേ? ചേച്ചി, 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 ചേച്ചി. തൊഴിലുറപ്പിന്റെ ആൾക്കാരാണ്. പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞായിരുന്നു വരുന്നത്. കാണാണ് കാട്, അവിടെ പോയി വെട്ടിക്കാ. ശരി ചേച്ചി, കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? അതിനെന്താ? എന്നാ പിന്നെ കഞ്ഞിവെള്ളം ആയിക്കോട്ടെ. ഓ, ഉണ്ടെങ്കിൽ 2 വച്ചും കൂടി ഇട്ടോ. എന്നാലേ ഇച്ചിരി അച്ചാറും കൂടി കലക്കി എടുത്തേക്ക്. അല്ല, നിങ്ങൾ തിന്നാനോ വന്ന കാട് വെട്ടിരിക്കാനോ? എന്താണ് എല്ലാം കൂടി തൊഴിലുറപ്പിന്റെ മാനങ്ങളെ. ചേച്ചി, കുടിക്കാൻ എന്തെങ്കിലും എടുത്താൽ മതി. എന്നാ ടാങ്ക് കലക്കിക്കൊണ്ട്. അയ്യോ, ടാങ്കിലൊന്നും വേണ്ട, ചെറിയ പാത്രത്തിൽ. ഓമന വന്നു. ഇത് പുതിയതാണോ? എന്ത്? ഈ കമ്മല് ഇത് പുതിയതാ. ഏഡിയസിന് പുതിയ കമ്മല്. അയ്യോ, ഇത് എത്ര പവനാ? ഇത് 2 പവനാ. അതിന്റെ ഡിസൈൻ നോക്കിയേ നീ. ഇതുവരെ ഒന്നും കാണാത്തൊരു ഡിസൈൻ. നിങ്ങൾ എന്താണ് കാട്ടണത്? പണിയെടുക്കാൻ പറ പിള്ളേരോട്. വേഗം പോയി പണിയെടുക്കും. വെള്ളം. ചേച്ചി, കൈക്കോട്ടുണ്ടോ? കൈക്കോട്ട് ഉണ്ട്, ഞാൻ തരാം. എന്നാ പിന്നെ ഒരു പിക്കാസും കൂടി. ചേച്ചിയെ, അരിവാളും കൂടി എടുത്തോ. ഉണ്ടെങ്കിൽ ഒരു കൊട്ടെ. അല്ല, നിങ്ങൾ പിന്നെ എന്ത് കാണാനാണ് ഇങ്ങോട്ട് വന്നത്? ചേച്ചി, ഇത്തവണത്തേക്ക് ക്ഷമിക്കണം. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങളുടെ എന്തൊക്കെയാ ഉള്ളത്? ഇതൊക്കെയാ ഉള്ളത്. കണ്ണാടി, പൗഡർ, ചാന്ത്, പൊട്ട്, ചീപ്പ്. നിങ്ങൾ ഫാഷൻ പരേഡ് കാണിക്കാനാണോ വന്നത്? കാട് വെട്ടി കളിക്കാനാണോ വന്നേ? ഇങ്ങനെയാണ് കഥ പോണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ പഞ്ചായത്തിൽ പോയിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരിക്കും. അയ്യോ ചേച്ചി, എന്റെ പണി കളയരുത്. അവര് ഞാൻ നോക്കിക്കോളാം. എന്തല്ല നോക്കിയിരിക്കുന്ന തുടങ്ങും. എന്നെ പുതിയതാണോ? എന്ത്? ഈ സാരി. നിങ്ങൾ എന്താ ചോദിക്കാത്തേന്ന് വിചാരിച്ചിരിക്കും. ഓടി വാടി, ഏഡിയസിന്റെ പുതിയ സാരി. ഇത് ചേട്ടൻ സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാ. എത്ര രൂപയായി? 5000 രൂപയായി. 5000 കണ്ട ഒരു 10,000ന്റെ പകിട്ടുണ്ട് കേട്ടോ. നിങ്ങളോടല്ലേ പറഞ്ഞത് കാട് വെട്ടി കളിക്കണമെന്ന്? അയ്യോ ചേച്ചി, ഇത്തവണത്തേക്കും കൂടെ ഒന്ന് മാപ്പാക്കണം. ചെയ്യിക്കാം. ചേച്ചി, മീൻ മേടിച്ചായിരുന്നോ? മേടിച്ചായിരുന്നു. എന്ത് മീനാ? അയ്യോ ശരി ചേച്ചി, വലിയ മീനൊന്നും അല്ലേലും ഇപ്പൊ മേടിക്കണ്ട. വലിയ എന്താണ് ഫോർമാലിറ്റി. അതുണ്ട്. ചെറിയ മീന ചാളയല്ലയോ? എത്ര രൂപയ്ക്ക് മേടിച്ചു? 100 രൂപയ്ക്ക്. എത്ര കിലോ കിട്ടി? 1 കിലോ കിട്ടിയോ? വീട്ടില് 2 പേരേ ഉള്ളല്ലേ? ഞാനും എന്റെ മോളും. അയ്യോടാ, അപ്പൊ ഒരുപാട് മിച്ചം കാണുമായിരിക്കും.
എന്നാ ഞാൻ ഉച്ചയ്ക്ക് വന്നേക്കെ ഞങ്ങള് തിന്നോളാം. നാണല്ലേടി അന്യരുടെ വീട്ടിൽ പോയിട്ട് മീൻകറി ചോദിക്കാൻ. ചോദിക്കുമ്പോ ഒരു മീൻ പൊരിച്ചതൊക്കെ ചോദിക്കണ്ടേ? എന്നാ കുറച്ച് മീൻ പൊരിച്ചും കൂടെ വാഴല വെട്ടിട്ട് അതിൽ കുറച്ച് ചോറ് കൂടി ഉരുട്ടി തരട്ടെ. എന്നെ കൂടെ പറഞ്ഞില്ലേ ADS അവിടെ ഫോൺ വിളിച്ച് നടന്നോ? എന്നിട്ട് പണി എടുപ്പിച്ചോ? അല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് പറയും. അയ്യോ ചേച്ചി ഇത്തവണത്തേക്കും കൂടി മാപ്പാക്കണം. ഇപ്പൊ ചെയ്യിക്കാം. ഇത്തവണ കുറെ തവണയായി. അല്ല ചേച്ചിയെ എന്താ ചേച്ചി ആ ചേച്ചിക്ക് കുട്ടികളുണ്ടോ? ഉണ്ട് ഒരെണ്ണുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ല. ഒരെണ്ണുണ്ടല്ലോ. കണ്ട മുഖത്തൊരു ചുളിവ് പോലും ഇല്ല. ചർമ്മം കണ്ട പ്രായം പറയത്തില്ല കേട്ടോ. നിങ്ങളുടെ സുഖിപ്പീരൊക്കെ അങ്ങ് നിങ്ങളുടെ ADS-ന്റെ അടുത്ത് ഇട്ടാ മതി. എന്റെ അടുത്ത് മത്സരം മര്യാദയ്ക്ക് കാട് കുട്ടി നോക്കി ഏഡിയസേ എന്താ പുതിയതാണോ? എന്ത് ചെരുപ്പ് അല്ല പഴയതാ. എന്നെ സുഖിപ്പിച്ച് പണിയെടുക്കാതിരിക്കാനുള്ള നിങ്ങളുടെ അടവ് എനിക്ക് മനസ്സിലായി. എല്ലാം പോയി പണി എഴുതോ. 1 മണിക്കൂറിനകത്ത് ഏരിയ മുഴുവൻ വൃത്തിയാക്കിക്കോണം. ഈ 2 ഭൂതനകളും കൂടെ നമ്മളെ പണിയെടുപ്പിച്ച് കൊല്ലിക്കുമല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇവിടെ വന്നാ നമ്മുടെ കളിയൊന്നും നടക്കുകയല്ലെന്ന്. എഴുന്നേക്ക് അങ്ങോട്ട്. ഇനി എന്തിനാ എഴുന്നിട്ട്? ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നമ്മൾ അടവെടുക്കാം. പാമ്പ് കളിയാണ്. അതെന്താടി പാമ്പ് കളിക്കൂടി പൊട്ടത്തി? പാമ്പ് കളി എന്ന് വെച്ചാലേ ഈ പറമ്പിലില്ലേ നമ്മള് പ്ലാസ്റ്റിക് പാമ്പിനെ നമ്മൾ ഇടും. പറമ്പിൽ പാമ്പിടെന്ന് പറയുമ്പോ ജോലി എടുക്കണ്ടെന്ന് പറയും. ജോലി എടുക്കുകയും ചെയ്യണ്ട. ഞാനേ എടുക്കടി ഇച്ചിരി പള്ളയൊക്കെ അതിന്റെ മുകളിൽ ഇട്ടോ. ഞാനേ പുറത്ത് കാണും. പാമ്പ് പോയിട്ട് എന്നെ വിളിച്ചാ. അയ്യോ പേടിയാവല്ലോ. ദൈവമേ ശരിയാ, അടുത്ത വീട്ടിൽ പോയി ഇതേ പണിയെടുക്കണ്ടേ? സഞ്ജയുടെ അടി എടി സഞ്ചിയൊക്കെ പെറുക്കി എടുത്തോളണേ. ഒന്നും വിടണ്ട. എന്റെ സഞ്ചാണ്ടാ എന്റെ പുതിയ. എടി ടാങ്ക് കുടിക്കുന്നില്ലേ? ഞാൻ കുടിച്ചോ. എടി ഞാൻ പോയിന്ന് നടു നൂർത്തിട്ട് ശരി ശരി ശരി. എടി നീ ഇന്നലത്തെ ഭ്രമണത്തിന്റെ കഥ പറഞ്ഞോ? ആ പറഞ്ഞു. എടി സാരല്ലേ? എടി നമ്മുടെ പ്ലാസ്റ്റിക് പാമ്പിനെ എടുത്തില്ലായിരുന്നോ? എടുത്ത്. ഇതല്ലേ നമ്മുടെ പ്ലാസ്റ്റിക് പാമ്പ്? അല്ല ഞാൻ എടുത്തിട്ടുണ്ട്. ഏതാടി? അപ്പൊ പിന്നെ ഇതെന്താ?